ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് ഇന്നലത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നോമ്പിന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പൊറോട്ടയും അതുപോലെ തന്നെ വറുത്തരച്ച ചിക്കൻ കറിയുടെ ഒക്കെ റെസിപ്പി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ പരീക്ഷണം തന്നെ ആയിരുന്നു കേട്ടോ പൊറോട്ട ഉണ്ടാക്കൽ, പക്ഷെ അത് വിജയിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ 2.5 കപ്പ് മൈദ കൊണ്ട് ഞാൻ ഏകദേശം ഒരു 8 പൊറോട്ടയാണ് ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. കോഴിമുട്ട കഴിക്കാത്തവരാണെങ്കിൽ ഇത് ചേർക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. കുറച്ച് വെള്ളം കൂടിയും ആഡ് ചെയ്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഞാൻ ഏകദേശം ഇവിടെ ഒരു 1/4 കപ്പ് വെള്ളം കൂടിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും, പക്ഷെ നിങ്ങളത് പേടിക്കേണ്ട ആവശ്യമില്ല. അതൊന്ന് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്ന് കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഒട്ടുന്ന ഇതൊക്കെ മാറിയിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള മാവായിട്ട് വരും. ഇനി നമ്മൾ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് ഓയിൽ ഒന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് കുറച്ച് നേരം ഒരു 2 മണിക്കൂർ ഒന്ന് കവർ ചെയ്തിട്ട് വെക്കണം കേട്ടോ. ഒരു തുണി കൊണ്ട്, നനഞ്ഞ തുണി കൊണ്ടൊന്ന് കവർ ചെയ്ത് വെക്കണേ. ഇനി നമുക്ക് വറുത്തരച്ച കോഴിക്കറിയിലേക്കുള്ള കാര്യങ്ങൾ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 വലിയ സബോളയാണ് എടുത്തിട്ടുള്ളത്, ചെറുതാക്കി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് അടച്ച് വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ അതൊരു ക്യൂബാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്, അപ്പോൾ അത് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴണ്ടി വന്നപ്പോൾ ഞാൻ തക്കാളി ചേർത്ത് കൊടുത്തു കേട്ടോ. തക്കാളി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടിയിട്ട് മസാലപ്പൊടി ആക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി ആവശ്യത്തിനുള്ള ഗരം മസാല ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇതിൽ പ്രത്യേകിച്ച് ചിക്കൻ മസാല ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഗരം മസാല ഇട്ടാൽ തന്നെ നല്ലൊരു സ്മെല്ലാണ് കിട്ടുക. ഇനി ഇത് നന്നായിട്ട് ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഈ ചട്ടിയിൽ തന്നെയാണ് വെക്കുന്നത്. നിങ്ങൾ കുക്കറിൽ വെക്കുകയാണെങ്കിൽ ഇതേപോലെ കുക്കറിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ബോൺലെസ് ചിക്കനൊന്നല്ല, എല്ലാ എല്ലും എല്ലാ ലിവറും എല്ലാം ഉള്ള ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ മസാലകളെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരണം. ഈ ഇറച്ചിയിലെല്ലാം പിടിച്ച് നല്ലൊരു പരിവായിട്ട് വരണം. ഇതിലേക്ക് ഞാനൊരു കാര്യം കൂടി ചേർക്കുന്നുണ്ട്. ഒരു ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വറുത്തരച്ച ചിക്കൻ കറിയിലേക്ക് കുറച്ച് ഉരുളൻകിഴങ്ങ് ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. കുറച്ച് അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. കുറച്ച് കൂടുതൽ വെള്ളം വെക്കുകയാണ് നല്ലത്, അല്ലെങ്കിൽ ഇത് വറ്റി വരുമ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് അത്യാവശ്യം ഇതിൻ്റെ മേലെ വെള്ളം വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. കുക്കറിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇതെല്ലാം കൂടിയിട്ട് ഇതേപോലെ ആക്കിയിട്ട് കുക്കറിൽ 1 വിസിൽ 1-2 വിസിൽ അടിച്ചാൽ മതി കേട്ടോ.
ഒക്കെ നിങ്ങളുടെ കുക്കറിനനുസരിച്ച് ചെയ്താൽ മതി. ഇതേപോലെ മസാല ആക്കി എടുത്തിട്ട് കുക്കറിലിട്ട് വേവിച്ചാൽ പെട്ടെന്ന് റെഡിയാവും. പക്ഷേ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതാണ് ഞാൻ ഇങ്ങനെ ഈ ചട്ടിയിൽ തന്നെ വെച്ചത്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പൊറോട്ടയുടെ മാവ് എടുക്കുക. എന്നിട്ട് ഇതൊന്ന് ബോൾ പിടിച്ചെടുക്കണം. 2 മണിക്കൂറൊന്നും ആയിട്ടില്ല കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ബോളാക്കി എടുക്കുക. ഇതിങ്ങനെ ഉള്ളിലേക്ക് ഒരു അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള ബോളുകളാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ബോൾ പിടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ എല്ലാം റെഡി ആയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒരു നനഞ്ഞ തുണി എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മണിക്കൂർ ആവുന്ന സമയത്ത് നമുക്കിത് റെഡിയാക്കിയെടുക്കാം. ഏകദേശം 2 മണിക്കൂറായിട്ടുണ്ട്. നല്ല മാവൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ആദ്യം കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഓരോ ഉരുളകളാക്കിയിട്ട് നമ്മൾ എടുത്തതിന് ശേഷം ആ നനഞ്ഞ തുണി അതിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ആദ്യം നമുക്ക് വേണമെങ്കിൽ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് പരത്തിയെടുക്കാം. അല്ലെങ്കിൽ നമ്മളുടെ ചപ്പാത്തി കോലുണ്ടല്ലോ, അതുകൊണ്ട് നമുക്കൊന്ന് നന്നായിട്ട് പരത്തിയെടുക്കണം കേട്ടോ. നല്ല തിന്നായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. നിങ്ങൾക്ക് വീശാൻ അറിയുന്നവരാണെങ്കിൽ വീശിയെടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ തിന്നായിട്ട് പരത്തുക. വീശാൻ അറിയില്ല എന്ന് വിചാരിച്ചിട്ട് പൊറോട്ട ഉണ്ടാക്കാതിരിക്കരുത്. ഇപ്പോൾ ഇത് തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് ഷേപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് നമ്മൾ അറിയുന്ന പോലെ പരത്തിയെടുത്താൽ മതി. ഇനി കുറച്ച് ഓയിൽ ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുറച്ച് മൈദപ്പൊടി ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്യുക. ഈക്വൽ ഇതിൽ കട്ട് ചെയ്യുക. ഈക്വൽ ഹാഫായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് ഒന്ന് ചുറ്റിയെടുത്താൽ മതി കേട്ടോ. ഒരു ബോളിൽ നിന്ന് ഏകദേശം 2 പൊറോട്ട വരെയാണ് കിട്ടിയത് കേട്ടോ. ഇനി നമുക്ക് വേറൊരു മെത്തേഡും കൂടി നോക്കാം. നേരത്തെ നമ്മൾ മൈദയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തില്ലേ, അതിന് ശേഷം ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. വരഞ്ഞിട്ട് ഇതൊന്ന് നേരത്തെ ചുറ്റിയെടുത്ത പോലെ ചുറ്റിയെടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് ലെയർ കിട്ടും. നമ്മൾ വീശിയെടുക്കുന്നതിൻ്റെ ആ ഒരു സെയിം ഇതന്നെ കിട്ടും കേട്ടോ. നല്ല സോഫ്റ്റിൽ ലെയറുകളൊക്കെ ആയിട്ടുള്ള പൊറോട്ടയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ബോൾ എടുത്തിട്ട് നമുക്ക് പ്രസ്സിൽ വെച്ചിട്ട് ഒന്ന് അമർത്തിയെടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ടൊന്ന് പരത്തിയെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ പ്രസ്സിലാണ്, പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പ്രസ്സിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇതിങ്ങനെ നല്ല തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇതൊരു 2-3 എണ്ണം ആയതിനു ശേഷം നമുക്ക് ഈ ലെയറൊക്കെ ഒന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുത്ത് നല്ല സോഫ്റ്റ് ആവും ചെയ്യും. ഈ ലെയറുകളൊക്കെ നമുക്കിങ്ങനെ വിട്ട് പോരുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ പൊറോട്ട അതവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് കറിയിലേക്ക് കുറച്ച് തേങ്ങ വറുത്തിട്ടും കൂടിയും അരയ്ക്കണം. ഞാനിവിടെ തേങ്ങയൊക്കെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേ വേണ്ടുള്ളൂ. അല്ലെങ്കിൽ തേങ്ങ എടുത്തിട്ട് ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ വറുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട്, ഇനി അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് പതഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എല്ലാം കൂടി ഈ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ കറിയിൽ നന്നായിട്ടൊന്ന് മിക്സായി വരണം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പൊറോട്ടയും കറിയും റെഡിയായി. നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്കതൊരു സന്തോഷം വേറെ തന്നെയാണ് അത് കഴിക്കുമ്പോൾ.
അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ആദ്യം ചിലപ്പോൾ ഫെയിലായി എന്നൊക്കെ വരും, എന്നാലും നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ അത് നമുക്ക് ശരിയായി വരും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ട്, വേണമെങ്കിൽ കുറച്ചും കൂടിയും ചിലപ്പോൾ ഇത് തണുക്കുമ്പോൾ ചിലപ്പോൾ കട്ടായി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ കറി നന്നായി തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് പുതിനയുടെ ഇല, അതുപോലെ തന്നെ വേപ്പില, കുറച്ച് സർവ്വസുഗന്ധിയുടെ ഇല എല്ലാം കൂടിയിട്ടിട്ട് നല്ലൊരു സ്മെല്ലായിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇതൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്, നമ്മുടെ പൊറോട്ടയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മളിത് ചെയ്തെടുത്തു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നോമ്പിന് ഇതാണ് ചെയ്തത്. നമ്മളുണ്ടാക്കിയ പൊറോട്ട അത് കഴിക്കുമ്പോൾ നല്ലൊരു ഫീലാണ് കേട്ടോ. നല്ല ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റുമാണിത്. വറുത്തരച്ച ചിക്കൻ കറി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നോമ്പ് തുറക്കുമ്പോൾ തന്നെ കഴിച്ചില്ല. നോമ്പ് തുറക്കുമ്പോൾ ഇതേപോലെ ഫ്രൂട്ട്സും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കി, പായസം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നാരങ്ങ വെള്ളവും, ഈത്തപ്പഴം, ഇതായിരുന്നു നോമ്പ് തുറക്കുമ്പോൾ കഴിച്ചത്. ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ കഴിച്ചത് കേട്ടോ. അപ്പോൾ ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.